So I welcome all to the new video of CTS Dravidian. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പുതിയ വേക്കൻസിയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ. നമുക്കറിയാം ഒരു 4 ഇയർ ടൂർ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മുടെ അഗ്നിവീർ 4 ഇയർ പോളിസിയാണ് വർക്ക് ചെയ്യാനുള്ള എയർഫോഴ്സിനകത്ത് മാത്രം. അതാണ് നമ്മുടെ അഗ്നിവീറിൻ്റെ വായു എന്ന് പറഞ്ഞ ഒരു റിക്രൂട്ട്മെൻറ്റ്. അപ്പം നമുക്കറിയാം ഈ വേക്കൻസി വരുന്ന ഒരു 4 ഇയർ വർക്കാണ് ഇത് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഡേറ്റ് ഇപ്പോൾ അവർ നീട്ടി വെച്ചേക്കുവാണ്. എന്ന് വെച്ചാൽ കണ്ടില്ലേ, 11 ജൂലൈ തൊട്ട് 31 ജൂലൈ വരെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഈ 31 ജൂലൈ കട്ട് ചെയ്തിട്ട് 4th ഓഗസ്റ്റ് ആക്കി വെച്ചേക്കും ഇപ്പോൾ അവർ. ഓക്കെ, സോ നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ ഫോം അപ്ലൈ ചെയ്യാൻ നോക്കണം. പക്ഷേ അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏജാണ്. എന്നുവെച്ചാൽ നിങ്ങൾ 2 ജൂലൈ 2005 തൊട്ട് 2 ജനുവരി 2009 വരെ നിങ്ങൾ ഈ കൊടുത്തതിന് 2 വർഷത്തിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മെയിലിനാണ് ഫീമെയിലിനുമാണ് രണ്ടുപേർക്കുള്ള ഒരു വേക്കൻസിയാണത്. പിന്നെ ഇത് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് വേണ്ടത് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഇതിനകത്ത് കുഴപ്പമില്ല. സയൻസിലുള്ളവർക്കും പോകാൻ പറ്റും. ഇതിന് മെയിൻ എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ 10+2 ഇക്വലൻ്റ് എക്സാമിനേഷൻ വിത്ത് മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഒരു 50% മാർക്സ് വേണ്ടി വരും നിങ്ങളുടെ 12th ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ നിങ്ങളുടെ 12th നിങ്ങളുടെ ഇംഗ്ലീഷിന് നിങ്ങൾക്കൊരു 50 മാർക്ക് വേണം. ഓക്കെ, പിന്നെ താഴെ ഇതാണ് ഓർ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം 12th ഇല്ലെങ്കിൽ ആഫ്റ്റർ 10th നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ ചെയ്തെങ്കിൽ, അഥവാ നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വരുന്ന ബ്രാഞ്ച് ഇതൊക്കെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, IT, ഇൻഫർമേഷൻ ടെക്നോളജി, ഇത് വരുന്നതൊക്കെയാണ്. ഓക്കെ, കണ്ടില്ലേ, ഫ്രം ദി സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് UT ഓർഗനൈസ്ഡ് പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. 50% നിങ്ങൾക്ക് മാർക്ക് വേണ്ട വരും ഇതിനകത്ത്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ വൊക്കേഷണൽ. അതൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് 50% 50 വെച്ചാൽ 50% മാർക്സ് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ 12th ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ ഫോർ ഫീമെയിൽ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ വരുന്നതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഇത് ഫിസിക്കൽ കാണാം. ഓട്ടവും ചാട്ടവും ഹൈ ജമ്പും എല്ലാം കാണുന്നത്. ഓക്കെ, സോ ഇത് വരുന്നതാണ് നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ നോക്കുക, അതൊക്കെയാണ്. ഓക്കെ, ബാക്കിയെല്ലാം അത് കഴിഞ്ഞുള്ള മെഡിക്കലൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതിലൊരു 3 ഫേസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. അപ്പം ഫസ്റ്റ് ഫേസ് വരുന്നതാണ് നമ്മുടെ എക്സാമിനേഷൻ. സെക്കൻഡ് വരുന്ന ഫേസാണ് നമ്മുടെ ഫിസിക്കൽ. തേർഡാണ് നമ്മുടെ മെഡിക്കൽ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റായിട്ടുള്ള ആണ് എക്സാം ഉള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഥവാ നിങ്ങളുടെ ഒരു സയൻസ് പഠിച്ച കുട്ടിയാണ്, നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷിൻ്റെ ഒരു എക്സാമിനേഷൻ കാണും അവിടെ. ഓക്കെ, ഒരു 60 മിനിറ്റ്സിൻ്റെ. അഥവാ ഇൻ കേസ് നിങ്ങൾ എടുത്തത് ആർട്സ് വെച്ചാൽ നിങ്ങൾ സയൻസിൻ്റെ പഠിക്കാത്ത ആളാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അതർ ദാൻ സയൻസ് സബ്ജക്ട്സ്. അത് വരുന്നതാണ് ഇംഗ്ലീഷ്, പിന്നെ രാഗ, റീസണിങ് ജനറൽ അവയർനെസ്, അത് വേറൊരു പേപ്പർ ഉള്ളത്. ഓക്കെ, പിന്നെ സയൻസ് സബ്ജക്റ്റ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്. ഓക്കെ, അവർക്കുള്ളതാണ് 85 മിനിറ്റ്സിലുള്ള ഫിസിക്സും മാത്സും ഇംഗ്ലീഷും. അപ്പോൾ ഇത് 3 പേപ്പർ എത്തിയും പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്താ പഠിച്ചത്, ഇപ്പം ഒരു കുട്ടി ഇപ്പം 12th ആർട്സ് ആണെങ്കിൽ ആ കുട്ടിക്ക് വേറെ എക്സാം ആയിരിക്കും. വേറൊരു കുട്ടി ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അവന് വരുന്ന ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തേക്കുക ക്വസ്റ്റ്യൻ. പിന്നെ മാർക്സിന് ഇത് വരുന്നതാണ് 1 മാർക്ക് ഫോർ എവരി കറക്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ മാർക്കിനും
പ്രോപ്പറായിട്ട് 1 മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ അഥവാ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമോ, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയത്തില്ല, നിങ്ങൾ അഥവാ ഇൻ കേസ് നിങ്ങൾ അത് ടിക്ക് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ബ്ലാങ്ക് ആക്കി തന്നെ വിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ തേർഡ് വരുന്നതായിരിക്കും നിങ്ങളുടെ 0.25. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചെയ്തപ്പം അതിൻ്റെ ആൻസർ റോങ് ആണെങ്കിൽ നിങ്ങളുടെ 0.25 മാർക്സ് അവർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ അടുത്താണ് നമ്മുടെ ഇനി എങ്ങനെയൊക്കെ നമുക്ക് എക്സാം ഫോം നിറയ്ക്കാൻ സംഭവം. അപ്പം ഇതിന് ഈ എക്സാമിൽ വരുന്ന പേയ്മെൻറ്റാണ് 550 ആണ് ഇതിൻ്റെ എക്സാം ഫീസ്. അപ്പോൾ ഞാൻ പിന്നെയും പറയുവാണ്, ഇതിൻ്റെ 4th of August ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോം നിറയ്ക്കാനുള്ളത്. സോ നിങ്ങൾ ആ ഏജിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഈ ഫോം നിറയ്ക്കാൻ നോക്കുക. ഓക്കെ, ഇത് അത്രയ്ക്കുള്ള കട്ടിയുള്ള എക്സാം അല്ല. ഈ എക്സാം കുറച്ച് ലൈറ്റുള്ള എക്സാമാണ്, ആർക്കും പാസ്സാകാൻ പറ്റും. കട്ട് ഓഫ് ഭയങ്കര ലോ ആണ്. അവർ കൂടുതൽ ആൾക്കാർ എടുക്കും അവർ. ഓക്കെ, എന്നിട്ട് കൂടുതൽ ആൾക്കാർ അവർ ഫിസിക്കലി ഔട്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിം ടൈപ്പുള്ളൊരു എക്സാമാണ് ഇത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് SSC MTS അതുപോലെ തന്നെ ഒരു ചെറുതായിട്ടൊരു CDS ചെറുതായിട്ടൊരു നമ്മുടെ ND എക്സാമിൻ്റെ ഒരു പേപ്പർ എടുത്താലും മതി. അത്രയ്ക്ക് ലൈറ്റാണ് ഈ എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം അത് തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ അയച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പെട്ടെന്ന് അടയ്ക്കാൻ നോക്കുക. നാളെ വരെ കാത്തു നിൽക്കില്ല, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ.